ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് ഇത്തരം പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനം ഈ സിനിമകൾ ഒരു ചിലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലോട്ട് കടക്കാം. 1974 പുറത്തിറങ്ങിയ ഫ്രഞ്ച് പടമായ ഗോയിങ് പ്ലേസസ് ആണ് ആദ്യത്തെ പടം. മിയു മിയു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്ന ചേച്ചിമാർക്കെല്ലാം കളി കൊടുക്കുന്ന 2 കൂട്ടുകാരുണ്ട്. അവരുടെ ജീവിതത്തിലോട്ട് അപ്രതീക്ഷിതമായി ഒരു വെടി കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്നെനിക്ക് തോന്നിയത് ട്രെയിനിൽ വെച്ച് അവർ ഒരു സുന്ദരിയുമായി നടത്തുന്ന ചില പരിപാടികളാണ്. പഴയ കാലത്തെ ഒരു ഹിപ്പി ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. 2017 റിലീസായ ദ സോവർ എന്ന ഫ്രഞ്ച് പടമാണ്. പോളൈൻ ബുർലെറ്റ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനം ഈ ചിത്രത്തിനുണ്ട്. 1851 വിപ്ലവത്തെ തുടർന്ന് നാട്ടിലെ പുരുഷന്മാരെയെല്ലാം യുദ്ധത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പുരുഷന്മാർ ഇല്ലാത്ത ആ ഗ്രാമത്തിലോട്ട് കഥാനായകനായ ജീൻ കടന്നു വരികയും പിന്നീട് അവൻ നാട്ടിലെ സ്ത്രീകളെ എല്ലാവരെയും എടുത്ത് പണിയുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ വേണ്ടി നിരവധി ചൂടൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് നാട്ടിൽ ഒരു പുരുഷൻ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. നാട്ടിലെ സ്ത്രീകളുടെ കാമം തീർക്കുവാൻ വേണ്ടി പോലും ആരെയും കിട്ടാനില്ലാത്ത അവസ്ഥ. അങ്ങനെ അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ആരാണ് ആ ഗ്രാമത്തിലോട്ട് ആദ്യം വരുന്നത് അവനെ അവിടുത്തെ സ്ത്രീകൾ എല്ലാം കൂടി കൂട്ടായി പങ്കിട്ടെടുത്തുകൊള്ളാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കഥാനായകനായ ജീനിൻ്റെ വരവ്. ജീനിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവൻ്റെ ചുറ്റും കൂടുന്നു. അവൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇനി എങ്ങോട്ടും പോകണ്ടെന്നും അവൻ ഇവിടെ തന്നെ നിന്നോളാനും അവർ പറയുന്നു. ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഇത്തരം പെരുമാറ്റം കണ്ട് ആദ്യം ജീൻ ഒന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും അവസാനം ജീൻ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ജീൻ അവിടുത്തെ മിക്ക സ്ത്രീകളുടെ വീട്ടിലെയും നിത്യ സന്ദർശകനായി. ജീനിൻ്റെ പരിപാടികൾ അവിടുത്തെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. ജീനാകട്ടെ ലോട്ടറി അടിച്ച അവസ്ഥയും. ജീനിന് താമസിക്കാൻ വേണ്ടി ഒരു പാർപ്പിടം അവർ ഒരുക്കി കൊടുക്കുന്നു. ജീന് ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണം എല്ലാം ഏർപ്പാടാക്കിയത് വയലറ്റ് എന്ന പെൺകുട്ടിയായിരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു വയലറ്റ്. പോളൈൻ ബുർലെറ്റാണ് വയലറ്റ് എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അവൾ കന്യകയായിരുന്നു. ഇതിനു മുമ്പ് അവൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. പതിയെ പതിയെ വയലറ്റും ജീനും അടുക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രണയിക്കുന്നു. അങ്ങനെ പതിയെ നാട്ടിലെ സ്ത്രീകൾക്കൊന്നും കൊടുക്കാത്ത ജീൻ വയലറ്റിന് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ നാട്ടിലെ സ്ത്രീകളെല്ലാം വയലറ്റിനോട് ദേഷ്യമാകുന്നു. അങ്ങനെ പതിയെ പതിയെ വയലറ്റ് ഗ്രാമത്തിൽ ഒറ്റപ്പെടുവാൻ തുടങ്ങുന്നു. വയലറ്റിൻ്റെ ഈ അവസ്ഥ തൻ്റെ കാമുകനായ ജീനിനോട് പറയുന്നു. അങ്ങനെ ജീൻ പഴയ പോലെ നാട്ടിലെ സ്ത്രീകൾക്ക് കളി കൊടുക്കുന്നു. യുദ്ധം അവസാനിച്ച് ഗ്രാമത്തിലെ പുരുഷന്മാർ ഓരോരുത്തരായി മടങ്ങി വരുവാൻ തുടങ്ങുന്നു. അതോടുകൂടി ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ജീനിനെ ഭയമാകുന്നു. തങ്ങളുടെ ഈ അവിഹിത ഭർത്താക്കന്മാർ അറിഞ്ഞാൽ തങ്ങളെ കൊല്ലുമെന്നായി അവർക്ക് പേടി. അങ്ങനെ അവർ എല്ലാം കൂടി ജീനിനെ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ പറയുന്നു. അങ്ങനെ ജീൻ ഗ്രാമത്തിൽ നിന്ന് പോകാമെന്ന് സമ്മതിക്കുന്നു. അതേസമയം വയലറ്റ് ഗർഭിണിയായിരുന്നു. തൻ്റെ കൂടെ പോരാൻ വയലറ്റിനോട് ജീൻ പറയുന്നു. പക്ഷേ ജീൻ അതിന് സമ്മതിക്കുന്നില്ല. വിവാഹിതയാകാതെ ഗർഭം ധരിച്ചതിനാൽ നാട്ടിലെ ജനങ്ങൾ വയലറ്റിനെ കുറ്റക്കാരിയാക്കുമെന്ന് ജീൻ പറയുന്നു. എന്നിട്ടും വയലറ്റ് വരുവാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ജീൻ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നു. ചിത്രത്തിൻ്റെ അവസാനത്തിൽ വയലറ്റിന് ഒരു കത്ത് ലഭിക്കുന്നു. ജീനിന് പുറത്ത് ഒരു ജോലി ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ ജീൻ വന്ന് വയലറ്റിനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഈ രണ്ട് ഇണക്കുരുവികളുടെയും കളികളാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. വയലറ്റ് കുളിക്കുന്നത് ജീൻ ഒളിഞ്ഞു നിന്ന് കാണുന്നു. പുഴയിൽ നീന്തി തുടിക്കുകയായിരുന്നു വയലറ്റ്. ജീനിനെ കണ്ടതും കരയിൽ കയറി വസ്ത്രം മാറുവാൻ ശ്രമിക്കുന്നു. ഈ സമയം ജീൻ പുറകിൽ നിന്നും വയലറ്റിനെ പരിപാടി നടത്തുന്നു. അങ്ങനെ നിരവധി ചൂടൻ രംഗങ്ങൾ അടങ്ങിയതാണ് ഈ സിനിമ. വയലറ്റിൻ്റെ നഗ്ന പ്രദർശനം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു വിരുന്ന് ഈ സിനിമ ഒരുക്കുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ആൾ ലേഡീസ് ഡു ഇറ്റ് ആണ്. ക്ലൗഡിയ കോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്ന പ്രദർശനമുണ്ട്. ഈ സിനിമ ആദ്യത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്ന പ്രദർശനമുണ്ട്. അതീവ സുന്ദരിയായ നടിയാണ് ക്ലൗഡിയ കോൾ. ഈ നടിയുടെ ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ മറ്റുള്ളവരുമായുള്ള ചില സെക്ഷുവൽ എക്സ്പ്ലോറേഷനാണ് ഈ സിനിമ പറയുന്നത്. ടിൻഡോ ബ്രാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ പോക്കുകിടപ്പ് എങ്ങനെയാണെന്ന്. മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, കാലിക്കുല. ആ സിനിമയിലെ ഡയറക്ടറായ ടിൻഡോ ബ്രാസ് ആണിത്. ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ചേർത്തിട്ടുള്ള പടം തന്നെയാണ്. 1991 പുറത്തിറങ്ങിയ ക്ലോസ് മൈ ഐസ് എന്ന പടമാണ് നാലാമത്തത്. സാസ്കിയ റീവ്സ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നതേലിയ എന്ന കഥാപാത്രത്തിനെയാണ് സാസ്കിയ അവതരിപ്പിക്കുന്നത്. ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള അതിരുകടന്ന ലൈംഗിക ബന്ധമാണ് ഈ സിനിമയുടെ പ്രമേയം. നതേലിയയുടെ സഹോദരനായിരുന്നു റിച്ചാർഡ്. സഹോദരങ്ങൾ ആയിരുന്നു അവർ. എങ്കിലും വളരെ കാലമായി അവർ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ റിച്ചാർഡ് നതേലിയെ വിളിച്ച് താൻ എവിടെയുണ്ടെന്ന് തിരക്കുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയയുടെ വീട്ടിൽ വരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു നതേലിയ. അപാരമേനിയഴകും ശാരീരിക വടിവും അവൾക്കുണ്ടായിരുന്നു. ആദ്യമേ നതേലിയയുടെ ശാരീരിക അഴക് കണ്ട് റിച്ചാർഡ് ഭ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് തൻ്റെ സഹോദരി ആയിരുന്നതിനാൽ റിച്ചാർഡ് തൻ്റെ ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നു. രാത്രിയിൽ റിച്ചാർഡ് കിടന്നിരുന്ന മുറിയുടെ അടുത്ത് ഒരു പാർട്ടി നടക്കുന്നു. അവിടുത്തെ ശബ്ദം കാരണം റിച്ചാർഡിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ നതേലിയയുടെ മുറിയിൽ ചെന്ന് കിടക്കുന്നു. നതേലിയ ആ സമയം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. തൻ്റെ കാമുകനുമായി താൻ തെറ്റിപ്പിരിയാനുള്ള കാരണം നതേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡ് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയം നതേലിയ റിച്ചാർഡിനെ ചുംബിക്കുന്നു. അപ്പോൾ റിച്ചാർഡിന് മനസ്സിലാകുന്നു നതേലിയയ്ക്ക് തന്നോട് അടങ്ങാത്ത കാമാസക്തി ഉണ്ടെന്ന്. പിറ്റേ ദിവസം റിച്ചാർഡിന് ഫോൺ കോൾ വരുന്നു, തൻ്റെ ഓഫീസിലോട്ട് മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ നാട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ അവർ തമ്മിൽ ഫോൺ വിളി ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ റിച്ചാർഡിന് ആ റിലേഷൻഷിപ്പ് മടുക്കുവാൻ തുടങ്ങുന്നു. ഒരു ദിവസം നതേലിയ അവനെ വിളിച്ചപ്പോൾ റിച്ചാർഡ് തൻ്റെ ഓഫീസിലെ സെക്രട്ടറി ആയിട്ട് പണിയുകയായിരുന്നു. നതേലിയയോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അത് അവൾക്ക് നന്നായിട്ട് ഫീലാകുന്നു. അങ്ങനെ 2 വർഷം കടന്നു പോകുന്നു. പിന്നീട് ഒരു ദിവസം റിച്ചാർഡ് അവളെ വിളിച്ചപ്പോൾ നതേലിയയുടെ വിവാഹം കഴിഞ്ഞുവെന്നും വീട്ടിൽ വന്ന് തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടാമെന്നും അവൾ പറയുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകൻ നതേലിയയുടെ വീട്ടിൽ ചെല്ലുന്നു. വലിയൊരു ബംഗ്ലാവ് തന്നെയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന നതേലിയെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു അവളപ്പോൾ. അവളുടെ വശ്യതയേറിയ മനോഹാരിതയിൽ അവൻ മയങ്ങിപ്പോകുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയറിനെ പരിചയപ്പെടുന്നു. നല്ലൊരു വിരുന്ന് കിട്ടിയ റിച്ചാർഡ് നതേലിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പിറ്റേ ദിവസം നതേലിയ റിച്ചാർഡിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വളരെയധികം താമസിച്ചാണ് നതേലിയ അവിടെ എത്തിയത്. എന്നാൽ റിച്ചാർഡ് അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നതേലിയ അവനെ ചുംബിക്കുന്നു. തൻ്റെ മനസ്സിൽ അടങ്ങാതെ ഉണ്ടായിരുന്ന കാമവേശം ആ ചുംബനത്തിലൂടെ റിച്ചാർഡ് പുറത്തെടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അടിച്ചു തിമിർക്കുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന പല രംഗങ്ങളും ഈ സീനിലുണ്ട്. പരിപാടി കഴിഞ്ഞ നതേലിയ റിച്ചാർഡിനോട് ഇതെല്ലാം മറക്കണമെന്നും താൻ വിവാഹിതയാണെന്നും അതിനാൽ ഇനി ഇതുണ്ടാകരുതെന്നും പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ റിച്ചാർഡിനെ ഒരു ടൂർ പോകുവാൻ ക്ഷണിക്കുന്നു.
അങ്ങനെ റിച്ചാർഡും ആ ടൂറിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നദേലിയുടെ പ്രത്യേക ശരീരഭാഗത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നു. ഇത് കാണുന്ന നദേലിയ റിച്ചാർഡിനെ മാറ്റി നിർത്തി വിലക്കുന്നു. തന്നോട് ഇങ്ങനെ പെരുമാറരുതെന്നും താൻ വിവാഹിതയാണെന്നും സിംഗ്ലെയർ ഇതറിഞ്ഞ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും നദേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡിന് നദേലിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൻ അപ്പോൾ പറയുന്നു. അതിനുവേണ്ടി നദേലിയെ ഒറ്റയ്ക്ക് കിട്ടണമെന്ന് റിച്ചാർഡ് പറയുന്നു. നദേലിയ അതിന് സമ്മതിക്കുന്നു. നദേലിയയ്ക്ക് ഓഫീസ് സംബന്ധമായ ഒരു കാര്യം അത്യാവശ്യമായി വന്നെന്നും അതിനാൽ തനിക്ക് ഓഫീസിലേക്ക് മടങ്ങി പോകണമെന്നും നദേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോട് കള്ളം പറയുന്നു. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫ്ലാറ്റിലോട്ട് നദേലിയ റിച്ചാർഡിനെ ക്ഷണിക്കുന്നു. ഫ്ലാറ്റിലെത്തിയ ഇരുവരും മതിമറന്ന് അവിടെ കിടന്ന് പരിപാടികൾ നടത്തുന്നു. ഈ സീനിൽ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഈ സീൻ ഒന്നും പ്രേക്ഷകർ മിസ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കുവാനുള്ള എല്ലാം അതിൽ തന്നെയുണ്ട്. നദേലിയയുടെ വശ്യമനോഹാരിത മുഴുവൻ നമുക്ക് ഈ സീനിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നദേലിയയും റിച്ചാർഡും അവിടെ നിന്ന് പിരിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നദേലിയ റിച്ചാർഡിനെ വിളിച്ചപ്പോൾ താൻ ഓഫീസിലെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും ഉടൻ തന്നെ അവർ തമ്മിൽ കല്യാണം നടക്കുമെന്നും അവൻ പറയുന്നു. തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുഴുവനും ഇനി മറ്റൊരു പെൺകുട്ടിക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോൾ നദേലിയയ്ക്ക് സങ്കടമാകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നദേലിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. ആ സമയം നദേലിയ വീട്ടിലില്ലായിരുന്നു. നദേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. സിംഗ്ലെയർ റിച്ചാർഡിനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. നദേലിയയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും അതാരാണെന്ന് തനിക്ക് അറിയില്ലെന്നും സിംഗ്ലെയർ പറയുന്നു. അത് കണ്ടെത്തുവാൻ വേണ്ടി റിച്ചാർഡ് തന്നെ സഹായിക്കണമെന്ന് സിംഗ്ലെയർ പറയുന്നു. പക്ഷേ അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ലെന്നും നദേലിയ നല്ലൊരു പെൺകുട്ടിയാണെന്നും റിച്ചാർഡ് മറുപടി പറയുന്നു. അവൾ ഇതിനൊന്നും മുതിരെന്ന് റിച്ചാർഡ് ഉറപ്പ് നൽകുന്നു. പക്ഷേ സിംഗ്ലെയർ അത് സമ്മതിക്കുന്നില്ല. സിംഗ്ലെയർ അവളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. വീട്ടിലെത്തിയ അവർ നദേലിയെ കാണുന്നു. അങ്ങനെ നല്ലൊരു വിരുന്നിന് ശേഷം റിച്ചാർഡ് അവരോട് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നദേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോടൊപ്പം നാട് വിട്ട് പോകുകയാണെന്ന് റിച്ചാർഡിനെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ റിച്ചാർഡിന് വളരെയധികം സങ്കടമാകുന്നു. തൻ്റെ ചരക്ക് സഹോദരിയെ ഇനി പരിപാടി നടത്തുവാൻ കിട്ടുകയില്ലെന്നോർത്ത് അവൻ വളരെയധികം സങ്കടപ്പെടുന്നു. അവൻ അക്കാര്യം നദേലിയോട് പറയുന്നു. അവന് നദേലിയുമായിട്ട് ഇനിയും പരിപാടി നടത്തണമെന്ന് പറയുന്നു. പക്ഷേ നദേലിയ ഇനിയൊന്നും പറ്റില്ലെന്നും തൻ്റെ ഭർത്താവായ സിംഗ്ലെയർ എന്തെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും പറഞ്ഞ് റിച്ചാർഡിനെ ഒഴിവാക്കുന്നു. പക്ഷേ റിച്ചാർഡിന് അവൾ ഇല്ലാതെ പറ്റില്ലായിരുന്നു. തൻ്റെ സുന്ദരിയായ സഹോദരിയായിട്ട് ഇനി പരിപാടിയൊന്നും നടക്കില്ല എന്നോർത്തപ്പോൾ അവന് കരച്ചിൽ വരുന്നു. ഇതെല്ലാം മറിഞ്ഞെന്ന് സിംഗ്ലെയർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിംഗ്ലെയർ അവർ രണ്ടുപേരെയും വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ പരിപാടി നടക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയാമെന്ന് സിംഗ്ലെയർ പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കണമെന്നും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്നും സിംഗ്ലെയർ പറയുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയായ നദേലിയയ്ക്കും അവളുടെ സഹോദരനായ റിച്ചാർഡിന് മാപ്പ് കൊടുക്കാൻ സിംഗ്ലെയർ ഒരുക്കമാവുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയിൽ നല്ല രീതിയിലുള്ള ചൂടൻ രംഗങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നദേലിയയുടെ പൂർണ്ണ നഗ്നതയെ ഈ സിനിമയിൽ അവർ കാണിക്കുന്നുണ്ട്. നദേലിയ അവളുടെ സഹോദരനായ റിച്ചാർഡുമായി ഫ്ലാറ്റിൽ നടത്തുന്ന ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുവാൻ വേണ്ടിയുള്ള പല രംഗങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പടം തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്ത പടം 1975 പുറത്തിറങ്ങിയ സാത്താനിക്ക പാൻഡിമോണിയമാണ്. ഒരു കന്യാസ്ത്രീ സാത്താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെയധികം സുന്ദരിയായ ഒരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ ലൂസിയ. അവൾ അറിയാതെ സാത്താൻ്റെ മായാവലയത്തിൽ വീണ് സാത്താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. അതിനുശേഷം അവൾക്ക് പലരുമായി ആസക്തി തോന്നുന്നു. ആ ആസക്തിയിൽ നിന്നുണ്ടാവുന്ന ചില പരിപാടികളാണ് ഈ സിനിമയിലെ കേന്ദ്ര വിഷയം. സിസീലിയ പേസറ്റ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും നഗ്നത പ്രദർശനമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പുതുപുത്തൻ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.